പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ ജയിലിൽ തുടരുന്നു. ജാമ്യോത്തരവിന്റെ പകർപ്പ് കിട്ടിയില്ല എന്ന് പോലീസ്. നഗരത്തിൽ തെലങ്കാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ആരാധകർ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. ചെന്നൈ റഹീസ്, ഇടക്കാല ജാമ്യം ലഭിച്ചിട്ട് ഇപ്പോൾ മണിക്കൂറുകളായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പകർപ്പ് ഇതുവരെ ജയിലിൽ എത്താത്തത്? എന്താണ് സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തെ വാദം? പ്രവിത, ഇപ്പോൾ ചഞ്ചൽഗുഡ പോലീസ് സ്റ്റേഷനിലാണ്. അതായത് ജയിലിനകത്തേക്ക് അല്ലു അർജുനെ കയറ്റിയിട്ടില്ല എന്നുള്ള വിവരമാണ് സ്ഥിരീകരിച്ച് ലഭിക്കുന്നത്. അതായത് ചഞ്ചൽഗുഡ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ അല്ലു അർജുൻ ഉള്ളത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലു അർജുനെ കൊണ്ടുവന്നിട്ട് 5.5 മണിക്കൂർ കഴിഞ്ഞു. ഏതാണ്ട് കോടതി അല്ലു അർജുന് ജാമ്യം അനുവദിച്ചിട്ട് ഒരു 4 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് ഇതുവരെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചഞ്ചൽഗുഡ ജയിലിനോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷനിലാണ് അല്ലു അർജുൻ ഇപ്പോൾ ഉള്ളത്. ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് അല്ലു അർജുന്റെ ചില കുടുംബാംഗങ്ങളുണ്ട്. അല്ലു അർജുന്റെ സഹോദരൻ ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ അക്ഷമനായ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നുകൂടി ചില വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ അല്ലു അർജുന് തുടരേണ്ടി വരും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ചഞ്ചൽഗുഡ ജയിലിലേക്ക് അല്ലു അർജുനെ മാറ്റിയിട്ടില്ല, മറിച്ച് പോലീസ് സ്റ്റേഷനിലാണ് അല്ലു അർജുനെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 5.5 മണിക്കൂറായി അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്. അതിനുശേഷം നടന്ന നാടകങ്ങളും വലിയ നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അല്ലു അർജുന്റെ ആരാധകരും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ഈ നഗരത്തിൽ സർക്കാരിനെതിരെ വലിയ തോതിലൊരു പ്രതിഷേധമാണ് ഈ രാത്രി പലയിടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ സർക്കാരിനെതിരെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ വ്യക്തിപരമായ രീതിയിൽ പോലും വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാവുകയാണ്. ഭരണപരാജയം മറച്ചുവെക്കാനായി ഒരു നടനെ ജയിലിലാക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ അല്ലു അർജുന് സർക്കാരുമായി വലിയൊരു അടുപ്പമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത് മുതൽ തന്നെ സർക്കാരിന് അദ്ദേഹത്തിനോട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിനോട് പ്രശ്നമുണ്ട് എന്ന തരത്തിലൊക്കെ ഈ വിഷയം വലിയ വിഷയമായി മാറുകയാണ്. BJPയുടെ ഒക്കെ ദേശീയ നേതാക്കൾ രേവന്ത് റെഡ്ഡി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അത്തരത്തിലേക്ക് ഈ വിഷയം മാറിയിരിക്കുന്നു. നിലവിൽ ഏറ്റവും പ്രധാനം ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അല്ലു അർജുനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. ഈ സമയം അല്ലു അർജുൻ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. മിക്കവാറും അദ്ദേഹത്തിന് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തുടരേണ്ടി വരും എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറുന്ന കാഴ്ചയാണോ റഹീസ്? കാരണം ഇത്രയധികം മണിക്കൂറായി അദ്ദേഹം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തുടരുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സമാണോ? എന്താണ് പോലീസിന്റെ വാദം? പ്രവിത, സാധാരണഗതിയിൽ ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ കയ്യിലാണ് ഈ ജാമ്യ ഉത്തരവ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. ആ ജാമ്യ ഉത്തരവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് ജയിലിലാണ് നൽകുന്നത് എങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു സമയ പരിധിയുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇത് ജയിലിൽ എത്തിച്ചില്ല എങ്കിൽ അന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, ഇത് സ്വീകരിക്കില്ല. അത് ജയിൽ വാർഡനൊക്കെ എടുക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് ഒരു പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം, ഈ അപേക്ഷ പരിഗണിക്കാം എന്നുള്ളൊരു സാങ്കേതികത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം മുതൽ തന്നെ എങ്ങനെയും അല്ലു അർജുനെ ജയിലിലാക്കണം, കുറെ നേരം പോലീസ് കസ്റ്റഡിയിൽ വെക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമപരമായി നേരിടണം എന്നുള്ളൊരു ഉറച്ച ഒരു തീരുമാനത്തിലാണ് ആദ്യം മുതൽ തന്നെ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധം ഒരുപക്ഷെ ഈ ജയിലിന് ഈ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായേക്കാം. അല്ലു അർജുന്റെ നിരവധി ആരാധകർ ഈ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇവരെയൊക്കെയും പറഞ്ഞു വിട്ടതാണ്. ഈ ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ ഇവരൊക്കെയും പോലീസ് നിയന്ത്രിച്ചു മാറ്റി നിർത്തിയതാണ്. പക്ഷെ അവർ വീണ്ടും ഈ ജയിലിന് അല്ലെങ്കിൽ ഈ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതൊരു വലിയ സംഘർഷത്തിലേക്കൊക്കെ ഒരുപക്ഷെ എത്തിയേക്കാം. അത് മാത്രമല്ല, ഈ രേവന്ത് റെഡ്ഡിക്ക് വ്യക്തിപരമായി അല്ലു അർജുനോട് താല്പര്യമില്ല എന്നുള്ള തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിന് ഒരു വളം വെച്ചു കൊടുക്കുന്ന ഒരു രീതി കൂടിയാണ് ഇന്ന് സർക്കാരിന്റെയും ഒപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം മുഖ്യമന്ത്രി നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും നേരിട്ട് അല്ലു അർജുൻ ബോധപൂർവം നടത്തിയ ഒരു ക്രൈമിന്റെ ഭാഗമായിട്ടല്ല ഈ കേസ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല നേരത്തെ തന്നെ ഈ തിയേറ്റർ ഉടമകൾ പോലീസിനോട് സെക്യൂരിറ്റി
സെക്യൂരിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിലിപ്പോൾ പോലീസ് പറയുന്നത് നിരവധി ഇത്തരത്തിലുള്ള കത്തുകൾ, ഇമെയിലുകൾ തങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ എല്ലാത്തിനും സെക്യൂരിറ്റി നൽകാൻ കഴിയില്ലല്ലോ എന്നൊരു വാദം പോലീസ് വെക്കുമ്പോൾ വീണ്ടും അവർ തന്നെ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ സീൻ ഉണ്ടാകുമെന്ന് ഇവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതും നാളെ ഈ കേസിൽ അല്ലു അർജുന് നിലവിൽ ഇടക്കാല ജാമ്യമാണ് ഈ കേസ് തന്നെ തള്ളിപ്പോകുന്നതിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കാം. അതുകൊണ്ട് തന്നെ പോലീസ് നിലവിൽ പ്രതിരോധത്തിലാണ്. അപ്പോൾ തങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ളൊരു നിലയിലാണ് പോലീസ് ഈ ഘട്ടം വരെയും പെരുമാറുന്നത് എന്ന് പറയേണ്ടി വരും. എത്ര കണ്ട് വൈകിപ്പിക്കാമോ അത്ര കണ്ട് വൈകിപ്പിക്കുക എന്നുള്ളൊരു രീതി അവർക്കുണ്ട്. ഇനി ഒരുപക്ഷെ ഈ പേപ്പർ ഇവിടെ എത്തിയാലും ഈ ജാമ്യ ഉത്തരവ് സ്റ്റേഷനിലേക്ക് എത്തിയാലും അവർ അത് മാക്സിമം വൈകിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറും. കാരണം ഇപ്പോൾ രാഷ്ട്രീയമായി BJPയുടെ ഉന്നത നേതാക്കളാണ് നേരിട്ട് രേവന്ത് റെഡ്ഡിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ BRSഉം ഇതേ പാതയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നാളെ വലിയ ചർച്ചാ വിഷയമാകും. ജാമ്യവുമൊക്കെ ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് മാറുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു. പുഷ്പ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഇടക്കാല ജാമ്യം നടന് ലഭിച്ചുവെങ്കിലും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോരാൻ സാധിച്ചിട്ടില്ല. ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. വലിയ പ്രതിഷേധം ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് മുഹമ്മദ് റഹീസ് നൽകുന്ന വിവരം.